ആയി തോന്നുന്നല്ലോ. അതെയോ? ഓക്കെ. ഇപ്പൊ നമ്മുടെ വാക്ക് വിത്ത് വി സി സോഷ്യൽ മീഡിയ കൂട്ടായ്മയുടെ ഈ വർഷത്തെ പരിപാടികളുടെ 2ാം ഭാഗമാണ് എന്ന് പറയാം. എല്ലാവർക്കും ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം കുറച്ച് ഒബ്സർവേഷൻ ചാലഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ മെയ് ജൂൺ മാസങ്ങളിൽ കൊടുത്തിരിക്കുന്നത് കിഡ്സ് ബേർഡിംഗ് ചാലഞ്ച് ആയിരുന്നു, കുട്ടികൾക്കുള്ള പക്ഷി നിരീക്ഷണ ചാലഞ്ച്. ഈ മൺസൂൺ കാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് നമ്മൾ 2 ചാലഞ്ചാണ്. വലിയ മുതിർന്നവർക്ക് 15 വയസ്സിന് മുകളിലുള്ളവർക്ക് ആംഫീബിയൻസിന് ഉഭയജീവികളെ കുറിച്ചുള്ള ഒരു ചാലഞ്ചും 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഒഡോണേറ്റ അല്ലെങ്കിൽ തുമ്പികളെ ഡോക്യുമെന്റ് ചെയ്യലും അതിനെ നിരീക്ഷിക്കലും അങ്ങനെയുള്ള ഒരു ചാലഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ബേർഡിംഗ് ചാലഞ്ച് ആ കുട്ടികൾക്ക് കൂടി ഉദ്ദേശിച്ചാണ് ഇന്നത്തെ ഈ ഒരു പ്രകൃതി നിരീക്ഷണവും ഡോക്യുമെന്റേഷനും എന്നൊരു വിഷയം എടുത്തിട്ട് വെബിനാർ സംഘടിപ്പിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുക്കുന്നത് 3 പേരാണ്. മനോജ് കരിങ്ങാമടത്തിൽ, മറ്റൊന്ന് അഫ്സർ നായിക്കൻ, മറ്റൊന്ന് ഫിറോസ് ആണ്. മനോജും ഇവരെയൊക്കെ മുമ്പേ തന്നെ വളരെ സജീവമായിട്ട് ഫോട്ടോഗ്രാഫി രംഗത്തും അല്ലെങ്കിൽ പ്രകൃതി നിരീക്ഷണ രംഗത്തും ഫോട്ടോഗ്രാഫി ഡോക്യുമെന്റേഷനിലൊക്കെ വളരെ പരിചയമുള്ള, അതോടൊപ്പം തന്നെ വിക്കിപീഡിയ പോലുള്ള അല്ലെങ്കിൽ ഐനാച്ചുറലിസ്റ്റ് പോലുള്ള ഗ്രൂപ്പുകളിലും സജീവമായി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സജീവമായി ഇടപെടുന്ന ഈ 3 പേരെയും സ്വാഗതം ചെയ്യുകയാണ്. അവരെ ഔപചാരികമായി പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഡോക്ടർ ദീപചന്ദ്രനെ ക്ഷണിക്കുന്നു. എനിക്ക് തോന്നുന്നു വി സി പരിചയപ്പെടുത്തിയല്ലോ 3 പേരെ. അത് മതിയോ? അത് മതി. ഓക്കെ. അല്ല മനോജ്? മതിയായിരിക്കും. ഈ ചലഞ്ചിനെ കുറിച്ച് ഒന്നും കൂടി വിശദമായിട്ട് പറയേണ്ടതുണ്ടോ? അത് സ്നേഹ പറയും. ഓക്കെ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. നമ്മള് വാക്ക് വിത്ത് വി സിയുടെ ഭാഗമായിട്ട് മൺസൂൺ ചലഞ്ച് എന്നുള്ള ഒരു പരിപാടിയാണ് നടത്തുന്നത്. അതിനായിട്ട് 2 പരിപാടി, ഒന്ന് ആംഫിബിയൻ വാച്ചാണ്, അല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തേത് ഓർഡിനേറ്റ ചലഞ്ചാണ്. ആംഫിബിയൻ ചലഞ്ചിൽ നമ്മൾ ഉഭയജീവികളെ നോക്കുക, അത് റെക്കോർഡ് ചെയ്ത് ഐനാച്ചുറലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ ഓർഡിനേറ്റ ചലഞ്ച് കുട്ടികൾക്ക് തുമ്പികളെ കാണുക, പഠിക്കുക, അവയെ നിരീക്ഷിക്കുക, അവയുടെ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തുക, അത് റെക്കോർഡ് ചെയ്യുക. ഇത്രയുമാണ് അതിനകത്ത് നടക്കുന്നത്. ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള ഒരു മാസക്കാലമാണ് ഈ ഒരു ചലഞ്ചിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, തുമ്പികളും ഉഭയജീവികളും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സമയമാണ് ഈ മഴക്കാലം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ നിരീക്ഷിക്കണം, അത് എത്ര ഇഫക്റ്റീവായിട്ട് റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു മാസം സംസാരിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാൻ പോകുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ടാവും, അത് നന്നായിട്ട് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ മനുഷ്യന്റെ പുരോഗതിക്ക് തന്നെ ഒരു വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതൊക്കെ ഓർത്തു വെക്കുകയും അടുത്ത തലമുറയുടെയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെയും നമ്മൾ പ്രകൃതിയെ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുകയും അല്ലെങ്കിൽ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കുകയും രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഐനാച്ചുറലിസ്റ്റ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു USA ബേസ്ഡ് കമ്മ്യൂണിറ്റിയാണ്, നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അത് 2011 സ്റ്റാർട്ട് ചെയ്തത്. 2023 അതൊരു ഇൻഡിപെൻഡന്റ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് വളർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തെ എല്ലായിടത്തും അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള വിവരങ്ങൾ അത് ശേഖരിക്കുകയും ക്രോഡീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒന്നുമില്ല, നമ്മൾ ചുറ്റും കാണുന്ന എന്ത് കാര്യങ്ങളും, അത് ചെടി ആയിക്കോട്ടെ, തുമ്പി ആയിക്കോട്ടെ, തവള ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത് ചിത്രം എടുക്കുക, അത് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. അതിനകത്ത് ഒരുപാട് എക്സ്പേർട്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആ വിധ കാര്യങ്ങളാണ് ഈ ഒരു
ഐനാച്ചുറൽസിനെ കുറിച്ച് കൂടുതൽ നമുക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് തന്നെയുള്ള കേരളത്തിലുള്ള 3 എക്സ്പേർട്സ് ആണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. അപ്പോൾ അവർ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. അപ്പൊ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു മൈനാച്ച്. ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാൻ തൃശ്ശൂരാണ് സ്വദേശം. ഇപ്പോ താമസിക്കുന്നത് കണ്ണൂരാണ്. ഞാൻ ഏതാണ്ട് 2012 മുതൽ ഐനാച്ചുറലിസ്റ്റിൽ സജീവമായിട്ട് ഇടപെടുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു 2017 കൂടിയിട്ടൊക്കെ ഒരു ഐനാച്ചുറലിസ്റ്റ് കേരള എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഐനാച്ചുറലിസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള ഒബ്സർവേഷൻ കുറേയധികം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളൊരു ശ്രമം നടത്തി വരുന്നുണ്ട്. ബാക്കി ഐനാച്ചുറലിസ്റ്റിലെ പ്രൊഫൈൽ നോക്കിയാൽ മതി ബാക്കി കാര്യങ്ങൾ. അപ്പോ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ഒരുമിച്ച് ഈ ഒരു സീസണിന്റെ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ സീസണിൽ ആക്റ്റീവ് ആവുന്ന സ്പീഷീസുകളെ കുറിച്ച് പഠിക്കാനും പുതിയ ആളുകളെ ഇതിലേക്കൊക്കെ ശ്രദ്ധ എത്തിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കളക്റ്റീവ് ആയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അപ്പൊ അതില് ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഒരു കാലത്തില് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് ആ ഒരു സ്പീഷ്യസിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. പ്രത്യേകിച്ചും പല രീതിയിലുള്ള ഇതിന്റെ കുറേയധികം കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ അതിലും വിശദമായിട്ട് ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചും അല്ലെങ്കിൽ സൂണോട്ടിക് ആയിട്ടുള്ള ഡിസീസസും അടക്കമുള്ള വേറെ കുറെ മേഖലകൾ ഇതിന്റെ കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ടെങ്കിൽ പോലും ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അവിടെ അങ്ങനെ ഒരു ജീവി ഉണ്ടായിരുന്നു എന്നുള്ളതിനുള്ള ഒരു സംഗതി, നമ്മൾ അതിന്റെ ഒരു എവിഡൻസ് നമ്മൾ ശേഖരിക്കുകയും അത് സമൂഹത്തില് ലഭ്യമാക്കുകയും ചെയ്യാന്നുള്ളൊരു പ്രവർത്തനമാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പോ എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാവരും ചുറ്റുപാടും ഇത്തരത്തിൽ നിരീക്ഷിക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും. നമുക്ക് ചുറ്റുമുള്ള പലതരം പക്ഷികളും പലതരം പൂമ്പാറ്റകളും തുമ്പിയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പൊ ഞാനും അതെ ഒരു 10-15 വർഷം മുന്നേ ഇതിനെയൊക്കെ വെറുതെ കാണുക, ആസ്വദിക്കുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് എപ്പോഴാണ് നമ്മൾ അതിനെ കുറച്ചും കൂടിയും അതിന്റെ ശാസ്ത്രനാമം എന്താണെന്ന് അറിയണം, അതിന്റെ സ്പീഷ്യസ്, അതെങ്ങനെയാണ് അവിടെ ബ്രീഡ് ചെയ്യുന്നത്, അതെന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ കൂടെ ഇവിടെ സർവൈവ് ചെയ്യുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് ഇത്തരത്തിലുള്ള കുറേയധികം പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ചെന്നെത്താൻ പറ്റുന്നത്. അപ്പോ ഇതിന്റെയൊക്കെ നമ്മൾ ഇത്തരത്തില് നമ്മുടെ ഒരു സന്തോഷത്തിനും നമുക്ക് നമ്മുടെ ഒരു ഒഴിവു സമയത്തിലെ ഒരു വിനോദം എന്നുള്ള രീതിയിൽ നമ്മളിത് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ സൊസൈറ്റിക്കും അല്ലെങ്കിൽ നമ്മുടെ സയൻസിനും ഇത് എത്രത്തോളം നമുക്ക് പ്രാധാന്യമായിട്ട്, അല്ലെങ്കിൽ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റിസോഴ്സ് ആക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അത് നമുക്ക് കുറേയധികം രീതികളിൽ കൂടെ ചെയ്യാൻ പറ്റും. അപ്പോ ഇത്തരത്തിലുള്ള ഒരു നാച്ചുറൽ ഹിസ്റ്ററിയിലുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇതുള്ള ഒരു മൊമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന ഒരു കാഴ്ച, അത് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾക്ക് അത് ഫീൽഡ് നോട്ടുകൾ എഴുതി വെക്കാം. അതുപോലെ ചെക്ക് ലിസ്റ്റുകൾ, ഓരോ ദിവസവും കാണുന്ന ജീവജാലങ്ങളുടെ ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കാം, സ്കെച്ചുകൾ വരയ്ക്കാം. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഏറ്റവും ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു വികാസവും നമുക്കിതിൽ വളരെ ഉപകാരമാകുന്നുണ്ട്. ഇൻഫോർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ സാർവത്രികവും എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിവൈസുകൾ ജനകീയമാവുകയും അത് ഈ ഒരു മേഖലയ്ക്ക് വളരെയധികം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഉണർവ് ഉണ്ടാക്കാനും കൂടുതൽ ഇതിനെ നിരീക്ഷിക്കുകയും അത് പങ്കുവെക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ഒക്കെ അങ്ങനെ ഇതിന്റെ ഒരു നോളജ് ബേസ് എന്ന് പറയുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും
പുതിയ പുതിയ തലത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ അത് ഇതൊരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു ഒരു ഏജൻസിയോ പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ ജൈവ വൈവിധ്യത്തെ കുറിച്ചുള്ള ഒരു പഠനം എന്ന് പറയുന്നത്. അത് വളരെ കളക്റ്റീവായിട്ട് എല്ലാവരും പരമാവധി ആളുകൾ ഇടപെട്ടുകൊണ്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതിനെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവർക്കും അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാന്നുള്ളതാണ് അതിലൊരു കാര്യം. പിന്നെ അവരവർക്ക് ഇഷ്ടമുള്ള ടാക്സ, ഓരോരുത്തർക്കും ഓരോ തരം ഇഷ്ടങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ ആ മേഖലയിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിലുള്ള അറിവ് നേടുകയും ചെയ്യാന്നുള്ളതാണ് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളിൽ ഒന്നാണ് ഈ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോ അതൊരു സിറ്റിസൺ സയൻസ് എന്നാണ് ഈ ഒരു സംഭവത്തിനെ പറയാ, പൗരശാസ്ത്രം. അപ്പൊ അതൊരു ജനകീയമായിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ഇപ്പൊ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ അയാളെന്തോ വലിയൊരാളാണ്, നമുക്ക് അത് അതിൻ്റെ ഒരു എന്താ പറയാ അങ്ങനെയുള്ളൊരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. അപ്പൊ അതിനു പകരം ഒരു ജനകീയമായിട്ടുള്ള ഒരു ശാസ്ത്രം, എല്ലാവർക്കും ഇടപെടാൻ പറ്റുന്ന ജനങ്ങളുടെ ഭാഷയിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ശാസ്ത്ര പദ്ധതികളാണ് ഇതൊക്കെ. ഇപ്പൊ നേരത്തെ ഐനാച്ചുറലിസ്റ്റിനെ കുറിച്ച് സ്നേഹ ടീച്ചർ പറഞ്ഞ പോലെ ഇതൊരു ഐനാച്ചുറലിസ്റ്റ് പോലെ ഈ സിറ്റിസൺ സയൻസ് എന്ന് പറയുന്നത് അധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സൈറ്റുകളുണ്ട് നമുക്ക്. അപ്പൊ അതിലൊരു സൈറ്റ് മാത്രമാണ് ഐനാച്ചുറലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഉപയോഗിക്കാനുള്ള അതിന്റെ ഒരു ലാളിത്യം കൊണ്ടും അതിന്റെ ഒരു സിംപ്ലിസിറ്റി കൊണ്ടും വളരെ ജനകീയമായിക്കൊണ്ടിരിക്കുന്ന, കേരളത്തിൽ വളരെ ജനകീയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതൊരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ റീൽ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ തന്നെ ബയോഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, എന്താ പറയാ പരസ്പരം മെസ്സേജ് അയക്കാം. ആ തരത്തിലൊരു സോഷ്യൽ മീഡിയ ബിഹേവിയറിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു നെറ്റ്വർക്ക്, ഒരു സോഷ്യൽ മീഡിയ ആണ്. അത് ബയോഡൈവേഴ്സിറ്റി ഇൻഫോർമാറ്റിക്സിന്റെ അധിഷ്ഠിതമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഉദാഹരണത്തിന് ഒരു സ്പീഷ്യസ് നമുക്ക് അതിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കത് അതിന് ടാഗ് ചെയ്യുകയും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആ സ്പീഷ്യസിന്റെ ഒബ്സർവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുകയും അങ്ങനെ നമുക്ക് ആ തരത്തിൽ ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു നോളജ് സിസ്റ്റത്തിലേക്ക് നമുക്ക് എത്തുകയും ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങളുടെ കൂട്ടുകാര് എന്തൊക്കെയാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രദേശത്തിലെ എന്തൊക്കെ ജീവജാലങ്ങളാണ് കാണുന്നതെന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ 2008 അവരുടെ കുറച്ച് കുട്ടികളുടെ മാസ്റ്റർ പ്രൊജക്റ്റ് ആയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, കാലിഫോർണിയ അക്കാഡമി ഓഫ് സയൻസിൽ. അത് നാഷണൽ ജിയോഗ്രഫിക്കിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അതൊരു പ്രാദേശിക ആപ്പായിട്ട് അവർ ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് അതൊരു 2010-11 ആകുമ്പോഴേക്കും അത് ഗ്ലോബലി അവരത് റിലീസ് ചെയ്തു, ഗ്ലോബൽ പ്രൊജക്റ്റ് ആയിട്ട്. അപ്പൊ അതൊരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണ്. നിങ്ങൾക്ക് അതിന്റെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. അതിന്റെ APIയും എല്ലാം അവൈലബിൾ ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ഇതിനെക്കുറിച്ച്, ഈ ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിക്കാനും ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഇതൊരു ക്രൗഡ് സോഴ്സ്ഡ് മാതൃകയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് എന്താ പറയാ കൂടുതൽ ജനങ്ങൾ അത് കാണുക, റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അതിലുള്ളൊരു കാര്യം. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഒരു ടൂള് ഉപയോഗിക്കാന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആ ടൂളിന്റെ പരിമിതികളും ചിലപ്പോൾ ഉണ്ടായെന്ന് വന്നേക്കാം. അപ്പൊ നിങ്ങൾ വരയ്ക്കുന്ന ഒരു സ്കെച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ അതിനാറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതൊക്കെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ അങ്ങനത്തെ സംഗതികളിലൊക്കെ കീപ്പ് ചെയ്യാം. ചെക്ക് ലിസ്റ്റുകൾ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സംഗതികളായിരിക്കും. ഒന്ന് ഫോട്ടോസ് ശേഖരിക്കുക. അപ്പൊ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഒരു സംഗതിനെ നമുക്ക് ഐനാച്ചുറലിസ്റ്റിൽ ഡോക്യുമെന്റ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. കാരണം അത് നമുക്ക് അതിന്റെ ഒരു എവിഡൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഫോട്ടോ പോലെ തന്നെ നമുക്ക് ശബ്ദവും അപ്ലോഡ് ചെയ്യാം. ഉദാഹരണത്തിന് തവളകളുടെയൊക്കെ നമുക്ക് രാത്രി ഫോട്ടോ കിട്ടുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നിങ്ങൾക്ക് അതിന്റെ കോള് റെക്കോർഡ് ചെയ്യാം.
എന്നിട്ട് അതിന്റെ ഡാറ്റാബേസ് നോക്കിയിട്ട് അതിന്റെ മാച്ച് ചെയ്യുന്ന കോള് നോക്കിയിട്ട് നമുക്കത് ഇന്ന സ്പീഷ്യസ് തവളയായിരിക്കും എന്നൊക്കെ പറയാൻ പറ്റും. അപ്പൊ അത്തരം വിഷയങ്ങളിലുള്ള ക്ലാസ്സുകളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ പരമാവധി സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ മേഖലയിലുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സെഷൻസ് അത് ഉണ്ടാവും. അത് വഴിയെ അത് ഓരോ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അപ്ഡേഷൻ ചെയ്യും. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ നമ്മൾ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യുന്നു. അത് സോഷ്യലൈസ് ചെയ്യുന്നു. ആ ഒരു സോഷ്യലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഡിസ്കഷന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ഫൈൻഡിങ്സ് പുറത്തേക്ക് വരുന്നു. അങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോ ഇതാണ് അതിന്റെ ഒരു ഇന്റർഫേസ് വലത്തുഭാഗത്ത് കാണുന്ന. അപ്പോ ആ ഫോട്ടോന്റെ താഴെ നമുക്ക് അതിനെ ടാഗ് ചെയ്യാം, ഇന്ന സ്പീഷീസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ കമന്റ് ചെയ്യാം. അപ്പൊ അതിന്റെ മാപ്പ്, ജിയോ ലൊക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ GPS ലൊക്കേഷൻ നിങ്ങൾക്ക് എടുക്കാം, അത് ചെയ്യാം. അതിന്റെ ഡേറ്റ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതുകൂടാതെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള പല രീതിയിലുള്ള ടാഗുകൾ നിങ്ങൾക്ക് അനോട്ടേഷൻസ് ആയിട്ട് കൊടുക്കാം. അതിന്റെ സെക്സ് ഏതാന്ന് കൊടുക്കാം, മെയിൽ ആണോ ഫീമെയിൽ ആണോ, ലൈഫ് സ്റ്റേജ് അത് അഡൽട്ട് ആണോ, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ആണെങ്കിൽ പ്യൂപ്പ ആണോ എഗ് ആണോ, അത്തരത്തിൽ. അതല്ലാതെയും ഒരുപാട് പലതരത്തിലുള്ള അനോട്ടേഷൻസ് ഇതിൽ സാധ്യമാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സംഗതികൾ ഒരു പ്രൊജക്ട് ഉണ്ടാക്കും. ഇപ്പോൾ ഈ മൺസൂൺ ചലഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മളൊരു പ്രൊജക്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ അത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യും 15-ാം തീയതിയോട് കൂടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ആ പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഒബ്സർവേഷൻസ് അതിൽ ലിസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഒരു ഡാഷ്ബോർഡ് ഉണ്ടാവും, ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതൊക്കെ സ്പീഷീസുകളാണ് കൂടുതൽ കാണുന്നത് ഒക്കെ നമുക്ക് ആ ഒരു പ്രൊജക്റ്റിലെ ഡാഷ്ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഐനാച്ചുറലിസ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അത് ഫോട്ടോ എടുക്കുന്നു, അത് കഴിഞ്ഞ് അത് അപ്ലോഡ് ചെയ്യുന്നു. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ കൊടുക്കാം. അതൊരു പ്ലാൻ, ഇപ്പോ ഓർഡിനേറ്റ് ആണെങ്കിൽ അത് ഡ്രാഗൺ ഓർഡിനേറ്റ് ആണെന്ന് കൊടുക്കാം. ചിലപ്പോൾ നമുക്കത് കണ്ടാൽ അറിയാലോ ഡ്രാഗൺ ഫ്ലൈ ആണോ ഡാംസൽ ഫ്ലൈ ആണോ എന്ന് നമുക്കറിയാം. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാം. ഇനി ഇതിൽ തന്നെ പല കാറ്റഗറി ആയിട്ടുള്ള സ്പീഷീസുകളിലേക്ക് നമുക്ക് അങ്ങനെയും പോകാൻ പറ്റും. ഇപ്പൊ ഫ്രോഗ്സ് ആണെങ്കിൽ നമുക്ക് ഫ്രോഗിന്റെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഫ്രോഗ് ആണോ ടോഡ് ആണോ എന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഫ്രോഗ് ആണെങ്കിൽ ചിലപ്പോൾ ട്രീ ഫ്രോഗ് ആയിരിക്കും, ട്രീ ഫ്രോഗ്. അല്ലെങ്കിൽ അത് എക്സാക്ട് സ്പീഷീസ് ഏത് ലെവല് വരെ നമുക്ക് അറിയാൻ പറ്റുമോ അത്രയും ലെവല് വരെ നമുക്ക് അതിൽ കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള, ഏറ്റവും പെട്ടെന്ന് അത് ID ചെയ്ത് കിട്ടാൻ അത് ഉപകരിക്കും. അങ്ങനെ ഇതില് 3-2 ആളുകൾ നമ്മുടെ അതിൽ ഇന്ററാക്ട് ചെയ്യുന്ന 3-2 ആളുകൾ പറയുന്ന അഗ്രി ചെയ്യുന്ന സംഗതിയായിരിക്കും അത് ഒരു റിസർച്ച് ഗ്രേഡ് ഡാറ്റ ആയിട്ട് അതിനെ മാറും. അതായത് അതൊരു കമ്മ്യൂണിറ്റി വാലിഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡാറ്റ ആയിട്ട് അത് മാറും. അതാണ് റിസർച്ച് ഗ്രേഡ് ഡാറ്റ എന്നുള്ളത് നിങ്ങൾ കാണാം. അപ്പോ എനിക്ക് തോന്നുന്നത് അടുത്തത് ഫിറോസ് ഈ ഒരു വെബ്സൈറ്റിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ചെയ്യണം. അവസാനം നമുക്ക് സംശയങ്ങളും കാര്യങ്ങളും നോക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫിറോസ്. സ്വദേശം വടകരയാണ്, കോഴിക്കോട് ജില്ലയിൽ. ഞാനിപ്പോ ബാംഗ്ലൂരിലാണ് ഉള്ളത്. ഞാന് ബട്ടർഫ്ലൈസിനെ വായിച്ചത് കൊണ്ടാണ് ഈ രംഗത്തേക്ക് വന്നത്. അതിനുശേഷം പിന്നെ 2016 മുതൽ ഐനാച്ചുറലിസ്റ്റിൽ മെമ്പറാണ്. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം പറഞ്ഞു. കേൾക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഐനാച്ചുറലിസ്റ്റിലേക്ക് നമുക്ക് എങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെ കടക്കാം എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയാണ്. നമുക്ക് ആദ്യമായിട്ട് ഐനാച്ചുറലിസ്റ്റ് എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോകാൻ വേണ്ടി ഐനാച്ചുറലിസ്റ്റ് നമുക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം. അപ്പൊ ഇതാണ് ഐനാച്ചുറലിസ്റ്റ് വെബ്സൈറ്റ്. ഇതിൽ നമുക്ക് ആദ്യമായിട്ട്
ഇതിലൊരു ലോഗിൻ അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ സാധാരണ ഏതൊരു സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്നത് പോലെയും നമുക്ക് ഇതിലേക്ക് സൈൻ അപ്പ് എന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകാം. അപ്പൊ ഇതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇമെയില്, അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിം, പാസ്വേഡ് ഇതൊക്കെ കൊടുത്തുകൊണ്ട് നമുക്കൊരു യൂസർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. യൂസർ ഐ ഡി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് നമ്മുടെ ലോഗിൻ എന്നുള്ള ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഒരു iNaturalist അക്കൗണ്ടിന്റെ ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള ഒരു വിൻഡോ. പലരും ഇത് ചെയ്തിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അപ്പൊ നമുക്കിതിലൊരു ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു സോഷ്യൽ മീഡിയ പോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പേജിലേക്ക് എത്തും. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈല് കാണാം, അതേപോലെ ഒബ്സർവേഷൻസ്, നമ്മൾ ചെയ്ത ഒബ്സർവേഷൻസ്, അങ്ങനെ എല്ലാത്തരം ടാബുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാവുന്ന നമ്മുടെ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ ഇതിന്റെ ഈ വലതുഭാഗത്ത് നമുക്ക് കാണാം അപ്ലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ. അപ്ലോഡ് നമ്മൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം അതിൽ നമുക്ക് ഫയൽസ്, ഇപ്പൊ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള ഫയൽ, മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിലോ എടുത്തിട്ടുള്ള ഫയലുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ അത് ഒന്നുകിൽ നമുക്ക് സിംഗിൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫയൽസ് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പൊ ആദ്യം ഞാനൊരു സിംഗിൾ ഫയൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് കാണിക്കാം. ഒരു ബട്ടർഫ്ലൈസിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ ചെയ്തു. അപ്പൊ അതിനുശേഷം നമുക്കതിന്റെ ഡേറ്റ്, നമ്മൾ ക്യാമറയിൽ നിന്ന് എടുത്താണെങ്കിൽ ഡേറ്റ് അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. പിന്നെ നമ്മൾ GPS ഉള്ള ക്യാമറയോ അല്ലെങ്കിൽ മൊബൈലിൽ എടുത്ത ഫോട്ടോ ആണെങ്കിൽ ലൊക്കേഷനും അതിന്റെ കൂടെ തന്നെ അവരെടുക്കുന്നതാണ്. അപ്പൊ ലൊക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ മാപ്പിൽ നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പൊ നമ്മുടെ എടുത്ത ആ ലൊക്കേഷൻ എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യും. ഇതിൽ വേണമെങ്കിൽ മാപ്പിൽ നമുക്ക് വേണമെങ്കിൽ വേറെ രൂപത്തിലും സെലക്ട് ചെയ്യാവുന്നതാണ് ക്ലിക്ക് ചെയ്തുകൊണ്ട്. അപ്പം ലൈറ്റ് വന്നു, ലൊക്കേഷൻ വന്നു. ഇനി നമുക്ക് അതിന്റെ സ്പീഷീസ് നെയിം ആണ്. ഇപ്പം മുമ്പ് മനോജ് പറഞ്ഞതുപോലെ നമുക്ക് ഏത് ലെവൽ വരെ അറിയാവോ ആ ലെവലിലുള്ള പേര് കൊടുക്കാം. അപ്പൊ നമുക്ക് ബട്ടർഫ്ലൈ എന്ന് മാത്രമേ അറിയാമെങ്കിൽ ജസ്റ്റ് ബട്ടർഫ്ലൈ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ലെപ്പിഡോപ്റ്ററ ബട്ടർഫ്ലൈസ് എന്നുള്ള, അല്ലെങ്കിൽ പാപ്പിലോണിഡിയ ബട്ടർഫ്ലൈസ് സൂപ്പർ ഫാമിലി ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി അല്ല നമുക്ക് അതിന് കൂടുതൽ അറിയാം, ഇപ്പൊ ഒരു ഹെഡ്ജ് ബ്ലൂ ആണെന്ന് അറിയാമെങ്കിൽ നമുക്കതിനെ എത്രയും ലെവൽ നമുക്ക് അറിയാവോ അത്രയും ആ ഒരു സ്പീഷീസ് നെയിമിലേക്ക് നമുക്ക് അതിനെ എൻറ്റർ ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഒരു ബേസിക് ഒബ്സർവേഷൻ നമുക്ക് വേണ്ടത്. അതിന്റെ കൂടെ നമുക്ക് നോട്ട്സിൽ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള അതിന്റെ ബിഹേവിയറോ അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടാഗുകൾ നമുക്ക് കൊടുക്കാം. അതേപോലെ ഫീൽഡ്, എക്സ്ട്രാ ഫീൽഡുകളൊക്കെ ഇതിൽ ഓപ്ഷൻ ഉണ്ട്. ബേസിക് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അതിന്റെ ഡേറ്റും ലൊക്കേഷനുമാണ്. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ്. സ്പീഷീസിന്റെ പേര് നമുക്ക് അറിയില്ലെങ്കിൽ അറിയുന്ന അത്രയും ഒരു ലെവൽ ഇട്ടാൽ മതി, ബാക്കി നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽപ്പ് കിട്ടുന്നതാണ്. അപ്പൊ ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് സബ്മിറ്റ് ഒബ്സർവേഷൻ എന്നുള്ള ഒരു ക്ലിക്ക് ഇവിടെ കാണാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്സർവേഷൻ iNaturalistന്റെ സെർവറിലേക്ക് അപ്ലോഡ് ആവും. ഓൾറെഡി അതിൽ അപ്ലോഡ് ആയി കഴിഞ്ഞു. നമുക്കത് അതിൽ എന്തൊക്കെയാണ് അതിന്റെ അപ്ഡേറ്റ്സ് വരുന്നത്, ആരൊക്കെയാണ് അതിൽ കമന്റ് ചെയ്യുന്നതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ, അതിന്റെ ലൊക്കേഷൻ, ഡേറ്റ് ഒക്കെ ഇതിൽ വരുന്നതാണ്. അപ്പൊ അതിനുശേഷം മറ്റുള്ള മെമ്പേഴ്സ് നമുക്ക് ഐഡന്റിഫിക്കേഷൻ തരികയാണെങ്കിൽ അത് ഇവിടെ നമുക്ക് കാണിക്കും. ഇപ്പൊ ഞാൻ കൊടുത്ത ID മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ, അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇവിടെ കാണിക്കും. അപ്പൊ അത് കൊടുത്തതിന് ശേഷം നമുക്ക് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് എഡിറ്റ് ചെയ്യാനും വിത്ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതാണ് ഒരു ബേസിക് നമ്മൾ കമ്പ്യൂട്ടർ വഴി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ചെയ്യുമ്പോഴുള്ള ഒരു പ്രൊസീജിയർ. ഏകദേശം സിമിലർ ആണ് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത്. ഇനി അതുപോലെ നമുക്ക് മൾട്ടിപ്പിൾ ഫോട്ടോസ് ഒരുമിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ സെയിം അപ്ലോഡ് എന്നുള്ള വിൻഡോയിൽ പോവുക. അവിടെ ചൂസ് ഫയൽസിൽ നമുക്ക് എത്ര ഫോട്ടോസ് വേണം സെലക്ട് ചെയ്യാം. മാക്സിമം ഒരു 50-100 ഫോട്ടോസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ ഫയൽസ് സെലക്ട് ചെയ്യാം. അപ്പൊ എല്ലാ ഫോട്ടോസും അതേപോലെ വരും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കുറെ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക്
എല്ലാ ഫോട്ടോസിന്റെയും ലൊക്കേഷൻ ഒരുമിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ സെലക്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പൊ എല്ലാ ഒബ്സർവേഷൻ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇൻഡിവിജ്വൽ ലൊക്കേഷൻ കൊടുക്കുന്നതിന് പകരം നമുക്ക് അതിന്റെ കോമൺ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു കാണാം. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ എല്ലാ ഒബ്സർവേഷനിലും അപ്ഡേറ്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അതേപോലെ സെയിം ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഉണ്ടെങ്കിൽ, സ്പീഷീസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് രണ്ടും സെലക്ട് ചെയ്തതിനു ശേഷം അതിന്റെ സ്പീഷീസ് നെയിം കൊടുക്കാം. അതേപോലെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ടാവും, ഇനി ഡേറ്റും അതേപോലെ നമുക്ക് കോമൺ ആയിട്ട് കൊടുക്കേണ്ടതൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ്. അതിനുശേഷം നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ഒബ്സർവേഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കാണുന്ന ഓപ്ഷൻ നമ്മുടെ ഒബ്സർവേഷൻ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഒബ്സർവേഷൻ എന്നുള്ള ഇതിലേക്ക് പോകാവുന്നതാണ്. നമ്മൾ ഇത്രയും കാലം ചെയ്ത ഒബ്സർവേഷൻസ്, അതേപോലെ നമ്മൾ എത്ര സ്പീഷീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതേപോലെ നമ്മൾ എത്ര ഐഡന്റിഫയേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്കിവിടെ കാണിക്കുന്നതാണ്. ഇത് ഞാൻ ചെയ്ത ഇമേജുകളാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. എത്ര സ്പീഷീസുകൾ ഉണ്ട് എന്നുള്ളത് ടോട്ടൽ ഒബ്സർവേഷൻസ്. പിന്നെ നമുക്ക് നേരത്തെ മനോജ് പറഞ്ഞതുപോലെ നമുക്ക് ഇതിൽ മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഇൻബോക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലുള്ള മറ്റുള്ള മെമ്പേഴ്സിന് മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് നമ്മുടെ ഇമേജുകൾക്ക് ആരെങ്കിലും കമന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു നോട്ടിഫിക്കേഷൻ ആയി. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും കൂടുതൽ ആവശ്യമുണ്ടോ മനോജ്? മൊബൈൽ വഴി മതിയെന്ന് തോന്നുന്നു. അപ്ലോഡ് കൂടി പറയണം. മൊബൈൽ അഫ്സർ പറയും അത്. അഫ്സർ പറയാം. ഓക്കെ. അതെ. അഫ്സറിന്റെ ID ഏതാണ്? സ്നേഹ ടീച്ചർ, അഫ്സറുടെ ID ഏതാന്ന് മനസ്സിലായോ? ബേർഡ്സ് ഓഫ് കേരള ആണെന്ന് തോന്നുന്നു. ഇതിൽ ജോയിൻ ചെയ്തിട്ട് അത് തന്നെയായിരിക്കും, വേറെ കാണുന്നില്ല. ഞാനത് കോഹോസ്റ്റ് ആക്കാം. ഹലോ, നമസ്കാരം. കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഫ്സർ നായക് എന്നാണ്. പിന്നെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനോജ്, അതുപോലെ തന്നെ ഫിറോസ് ഭായി സൂചിപ്പിച്ചതുപോലെ ഐനാച്ചറിൻ്റെ ഒരു പ്രത്യേകതയും അതിനെക്കുറിച്ചിട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും നമ്മൾ മൊബൈലിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം, കൂടുതൽ ആൾക്കാരും മൊബൈലിലായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. എങ്കിലും മൊബൈലിൽ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് 2-3 വഴികളുണ്ട്. ഒന്ന്, ആപ്പ് വഴി തന്നെ ഡയറക്റ്റ് ഇപ്പോൾ ഫിറോസ് കാണിച്ചതുപോലെ ഉള്ള ഓപ്ഷനിൽ നമ്മൾ ആഡ് സ്പീഷീസ് അല്ലെങ്കിൽ ആഡ് ഒബ്സർവേഷൻ എന്ന രീതിയിലൂടെ ഇതിൽ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ? പറ്റും ചെയ്തോളൂ. ഓക്കെ. കാണാമല്ലേ? കാണാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഐനാച്ചുറലിസ്റ്റിൻ്റെ ആപ്പ് വഴി നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ടാണല്ലോ. കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ. ഇതാണ് എൻ്റെ ഒരു പേജ്. ഇതാണ്
അപ്പോൾ ഇതിൽ നമ്മൾ ഈ താഴെ കാണുന്ന പച്ചയിലുള്ള ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ഫോട്ടോ എടുക്കുക. ക്യാമറയിലൂടെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളുടെ ഗാലറിയിലുള്ള ചിത്രങ്ങളെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ ചൂസ് ഇമേജ് എടുക്കുക. നമ്മൾ ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ചിത്രം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഡേറ്റും അതുപോലെ തന്നെ ടൈമൊക്കെ ഓൾറെഡി ക്യാമറയിൽ നിന്ന് എടുത്തതായതുകൊണ്ട് ഉണ്ടാവും. ഒരു പക്ഷേ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ നിങ്ങൾ ഏത് ലൊക്കേഷനിലാണോ ഉള്ളത് ആ ലൊക്കേഷൻ അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഇപ്പോൾ കാട്ടാമ്പള്ളി എന്നടിച്ചു, അതിൻ്റെ അതേ രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൊക്കേഷൻ ഇവിടെ കിട്ടും. അതിനുശേഷം ഈ സ്പീഷീസ് ആണ് ഇപ്പോൾ ഒരു ഇതിൽ നമ്മൾ അറിയാവുന്നതാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ബട്ടർഫ്ലൈ ആണെങ്കിലും ഇപ്പോൾ ഫിറോസ് അവർ പറഞ്ഞതുപോലെ തന്നെ എന്താണോ നിങ്ങൾക്ക് ഉള്ളത് അതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം മൊബൈലിലുള്ള ക്യാമറ ഓൺ ആക്കിയതിന് ശേഷം അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് താഴെ സേവ് ലൊക്കേഷൻ ഇൻഫോ എന്നുള്ളത് നിങ്ങൾക്ക് ഓഫായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന ചിത്രത്തിൽ തന്നെ അതിൻ്റെ ലൊക്കേഷൻ ആഡായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടുന്ന് ഐനാച്ചുറലിസ്റ്റിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ലൊക്കേഷൻ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സാധാരണ ഗാലറിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കിതിനെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതാ നമ്മളുടെ ഗാലറിയാണ്. ജസ്റ്റ് ഒരു ചിത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിൽ ഷെയർ എടുക്കുക. അതിനുശേഷം ഐനാച്ചുറലിസ്റ്റിലേക്ക് പോവുക. അതിനുശേഷം നേരത്തെ വന്ന അതേ പേജ് നിങ്ങൾക്ക് മുന്നിലുണ്ടാവും. ഡേറ്റ്, ലൊക്കേഷൻ. അത് ഇത് ക്യാമറ സാധാ മറ്റേ ക്യാമറ ആയതുകൊണ്ടാണ്, മൊബൈൽ ക്യാമറ അല്ലാത്തത് കൊണ്ടാണ് ഈ ഡേറ്റും ലൊക്കേഷനൊന്നും വരാത്തത്. അതുപോലെ തന്നെ ഇത് ഡേറ്റ് നിങ്ങൾക്ക് ഏതാണുള്ളത് അത് കൊടുക്കുക. അതുപോലെ ടൈം ഏതാണ്, ലൊക്കേഷന് നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇതേപോലെ തന്നെയാണ് ഇനി ഇത് നിങ്ങൾക്ക് ഇതുപോലെ മുകളിൽ ഡേറ്റ്, ലൊക്കേഷൻ ഇതൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഗാലറിയിൽ നിന്നല്ല നിങ്ങൾക്ക് ഫയൽ മാനേജർ വഴി, അത് എല്ലാ മൊബൈലിലും ഉണ്ടാവും ഫയൽ മാനേജർ എന്ന് പറയുന്നത്. അതുവഴി നിങ്ങൾ പിക്ചർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഷെയർ കൊടുക്കുക. ഷെയറിൽ നിന്ന് നേരെ ഐനാച്ചുറലിസ്റ്റിലേക്ക് പോയിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ അപ്പോൾ ലൊക്കേഷനും ഡേറ്റും എല്ലാ കാര്യങ്ങളും അത് കൃത്യമായിട്ട് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അല്ല, ഓൾറെഡി ആഡായിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ്. ഇത് എല്ലാ നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ തന്നെ നിങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയാനുള്ളത്. എനിക്ക് കുറച്ച് ഒരു അസ്വസ്ഥതയുണ്ട്. ഞാൻ സുഖമില്ലാണ്ട് വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യം, ഇനി കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ചാറ്റ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഞാൻ അറിയിക്കാം. എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ. ഓക്കെ, നന്ദി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ മനോജ്? ആഡ് ചെയ്യാനുണ്ടോ?
മനോജ്, ഹലോ. എത്തി ഒന്ന് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി പോയതാ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആൻസർ ചെയ്യാൻ തോന്നുന്നു. നമുക്ക് ചാറ്റ് ബോക്സിൽ ക്വസ്റ്റ്യൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇതിനെ കുറിച്ച്. എനിക്ക് തോന്നുന്നു ഇതൊന്ന് ഹോസ്റ്റ് മോഡ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും സംസാരിക്കാം. നമുക്ക് 1-2 പേരുടെ ഇതും കൂടി എടുക്കാൻ തോന്നുന്നു. വേറെന്തെങ്കിലും കൺസേൺസോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഇപ്പൊ കൂട്ടിച്ചേർക്കാനൊക്കെ ഉണ്ടാവും ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ളതൊക്കെ. എല്ലാവർക്കും മൈക്രോഫോൺ ഓൺ ആക്കാം പറ്റും. ആവശ്യം സംസാരിക്കുമ്പോൾ ഓൺ ആക്കിയാൽ മതി. എല്ലാവർക്കും ഓൺ ആക്കാൻ പറ്റും. ഹലോ, രാജേഷ് കേൾക്കുന്നുണ്ട്. ഈ പിന്നെ ഐനാച്ചുറല് ഒന്നിൽ കൂടുതൽ ചിത്രങ്ങൾ ഒരേ സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ശ്രമിച്ചപ്പോ അവസാനത്തെ ചിത്രം മാത്രമാണ് വിസിബിൾ ആയിരുന്നത്. പറ്റും. അത് നമുക്ക് മൾട്ടിപ്പിൾ ചിത്രങ്ങള് ഒറ്റ ഒബ്സർവേഷനില് എനിക്ക് തോന്നുന്നത് 10 ചിത്രം വരെയോ മറ്റോ പറ്റുമെന്ന് തോന്നുന്നു. കൃത്യമായിട്ടുള്ള നമ്പർ നോക്കണം. മൾട്ടിപ്പിൾ ചിത്രങ്ങൾ ഒരു ഒബ്സർവേഷനിൽ തന്നെ പല ആംഗിളുകളും, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഒരു തുമ്പിയുടെയാണ് പടം എടുക്കുന്നത് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ പല പല ഫീച്ചേഴ്സ്, അതിന്റെ പല ഭാഗങ്ങളും. അപ്പൊ അതൊക്കെ നമുക്ക് ഫോക്കസ് അല്ലെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മൾട്ടിപ്പിൾ ഇമേജുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഐഡന്റിഫിക്കേഷൻ കൂടുതൽ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും. അപ്പോ അതുണ്ട്, ആ ഫീച്ചർ അതിലുണ്ട്. ഇപ്പോ മൾട്ടിപ്പിൾ ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അതില്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണോ നമുക്ക് നോക്കേണ്ടത്? അത് ആഡ് മോർ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോർ ഫോട്ടോ ആഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ അവിടെ. അഫ്സർ പറഞ്ഞോളൂ. നമുക്ക് 10 അല്ല 20ഓളം ചിത്രങ്ങൾ ഒരൊറ്റ സ്പീഷീസിന്റെ നമുക്ക് ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ടത് ക്ലിയർ ഉള്ള അല്ലെങ്കിൽ ക്ലാരിറ്റി ഉള്ള ചിത്രങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 20 ചിത്രങ്ങൾ വരെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് സ്ക്രീനിലൊന്ന് കാണിക്കാൻ പറ്റുമോ? ഓക്കെ, സ്ക്രീനൊന്ന് നോക്കാം. മൊബൈലാണോ ഉദ്ദേശിച്ചത് അതല്ല പി സിയിലാണോ? മൊബൈല്. കാണാമല്ലോ അല്ലേ? കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മള് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാലറി എടുക്കുന്നു. നമുക്കിതാ ആദ്യത്തെ ഒരു 10 ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എടുത്ത് അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് അതൊന്ന് ഇതാകാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. നമ്മൾ ഇവിടെ എല്ലാ ചിത്രങ്ങളും ഇവിടെ ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾക്ക് നമ്മള് ഫയൽ മാനേജർ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഫയൽ മാനേജറിലും കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഒരു ഫയൽ മാനേജറിന്റെ നമ്മളെ ഒരു 10 ചിത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഡയറക്റ്റ് ഷെയർ കൊടുക്കുക. ഷെയർ കൊടുത്തതിന് ശേഷം ഐനാറ്റിലേക്ക് ഷെയർ ചെയ്യുന്നു. ഈ മുകളിലേക്ക് ചിത്രങ്ങളെല്ലാം വരും. ഓക്കെ, വന്നിട്ടാണെന്നുണ്ടല്ലോ. ഇനിയിപ്പോ നിങ്ങൾക്ക് അഥവാ ഇത് മാത്രമല്ല, ഇനി ഒന്നും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറയുടെ ചിഹ്നം അമർത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി വോയിസ് ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷിയിലാണെങ്കിൽ ചിലപ്പോൾ ചിത്രം മാത്രമല്ല, നിങ്ങൾക്ക് കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ.
ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഓഗസ്റ്റ് 15 തൊട്ട് അപ്ലോഡ് ചെയ്താൽ മതി. ഒന്ന് നമ്മളത് ഓഗസ്റ്റ് അതായത് ജൂലൈ 15 തൊട്ട് ഓഗസ്റ്റ് 15 വരെയുള്ള ഒരു ടൈമാണ് നമ്മളിപ്പോ ഈ ഒരു എഫേർട്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാന്ന് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് അതിന് മുന്നേ എടുത്തതും അതിന് ശേഷമുള്ള എല്ലാ ഫോട്ടോസും അപ്ലോഡ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പരിഗണിക്കുക ആ ഒരു ടൈമിലുള്ള ഫോട്ടോസ് ആയിരിക്കും. ബാക്കി അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ഇത് കഴിഞ്ഞാലും നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകണം. അതാണ് അതിലുള്ളൊരു നമ്മളിതിൽ കാണുന്ന ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ജൂലൈ നിങ്ങള് ഇതിനു മുമ്പ് എടുത്ത ചിത്രങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഐനാച്ചുറലിസ്റ്റിലേക്ക് അപ്ലോഡ് ചെയ്യുക. അത് മാത്രമല്ല ഈ ഒരു മാസത്തേക്കുള്ളത് മാത്രമായിട്ടില്ല, അതിന് ശേഷമുള്ളതാണെങ്കിലും നിങ്ങൾക്ക് അത് തുടർന്ന് മനോജ് പറഞ്ഞതുപോലെ തുടർന്ന് കൊണ്ടുപോവാം. ഇപ്പൊ നാളെയൊക്കെ പിന്നെ കുറച്ച് ഒബ്സർവേഷൻ എങ്കിലും ചെയ്ത് നോക്കിയാലേ എങ്ങനെയാണ് ഇത് എന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് ജൂലൈ 15 മുതൽ തിങ്കളാഴ്ച മുതൽ പിന്നെ കാര്യമായിട്ടുള്ള ഒബ്സർവേഷനിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും നാളെ കുറച്ചെങ്കിലും ഒരു 2 or 3 എങ്കിലും, കൂടുതൽ ചെയ്യുന്നത് നല്ലതാണ്, 2 or 3 ഒബ്സർവേഷൻ എങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സംശയങ്ങളൊക്കെ തീർക്കാൻ പറ്റും. നമ്മൾ സാധാരണ ചെയ്യുന്നതൊന്നും വ്യത്യാസമായിട്ട് ഒന്നുമില്ലല്ലോ. ഞാൻ കുറച്ച് വൈകിട്ടാണ് കയറിയത്. ഇല്ല, ഐനാച്ചുറലിസ്റ്റിലെ ഫോട്ടോ ഒബ്സർവേഷൻ എടുക്കുക, അപ്ലോഡ് ചെയ്യുക, അത്ര തന്നെയുള്ളൂ. വേറെ ഒന്നുമില്ല. കാരണം ഒരുപാട് പുതിയ ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇതാക്കിയത്. മാഷ് ഇതുവരെ ഐനാച്ചുറലിസ്റ്റ് ഉപയോഗിക്കാത്തവരോട് കൂടിയാണ് പറയുന്നത്. മാഷ് സിറ്റി നേച്ചർ ചലഞ്ചിലൊക്കെ പിന്നെ സ്റ്റാർ ആയിട്ടുള്ള ആളല്ലേ. ഇനിയിപ്പോ മാഷ് അതിലൊന്നും സംശയമില്ലല്ലോ. അത്ര സ്റ്റാർ ഒന്നല്ല, നമ്മള് പാവം. നമ്മളിപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. ലക്ഷ്മി എന്തെങ്കിലും പറയാനുണ്ടോ കൂടുതൽ കൂട്ടിച്ചേർക്കാൻ? നമ്മള് എന്തെങ്കിലും ഹലോ മനോജ്. ഇല്ല, കൂട്ടിച്ചേർക്കാനൊന്നുമില്ല. ഇത്ര തന്നെയുള്ളൂ, എല്ലാം പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നവര് സാധാരണ ചെയ്യാറുള്ള ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പല ഫോട്ടോസും ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ഒരു സ്പീഷീസ് എന്നുള്ള സ്ഥലത്ത് പല സ്പീഷീസിന്റെ ഫോട്ടോസ് ഒരുമിച്ച് വരാറുണ്ട്. അതാണ് മോസ്റ്റ്ലി എല്ലാവരും ആദ്യം ചെയ്യുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്ക്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു അത് ഡെസ്ക്ടോപ്പിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ ഫോണിൽ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. വേറൊന്നും ഇല്ല, എല്ലാം ക്ലിയർ ആയിട്ട് അതൊരു തന്നെ പ്രധാനപ്പെട്ട എക്സ്പ്ലെയിൻ ചെയ്യും. കാര്യമാണ്. അത് പലപ്പോഴും കുറെ ഫോട്ടോസ് ഒരുമിച്ച് അതും അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവാതെ ആയിരിക്കും. അത് പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമുക്കത് ഒബ്സർവേഷൻ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. പല പല ഒബ്സർവേഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. പക്ഷെ അതിന് വീണ്ടും അഡീഷണൽ ആയിട്ട് സമയം കുറെ നമ്മൾ ചിലവാക്കേണ്ടി വരുന്നു മാത്രം. അത് ഒരു സ്പീഷ്യസിന്റെ ഒരു ഇൻഡിവിജ്വലിന്റെ ഒബ്സർവേഷൻ അതൊരു ഒബ്സർവേഷൻ ആയിട്ട് നമ്മൾ പരിഗണിച്ചുകൊണ്ട് ചെയ്യാം. അത് കഴിഞ്ഞ് വേറൊരു സ്പെസിമെൻ ആണെങ്കിൽ അത് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യരുത്, അത് സെപ്പറേറ്റ് ഒബ്സർവേഷൻ ആയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കി മുന്നോട്ട് പോയാൽ മതി. നമുക്കത് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമുക്കത് റിവ്യൂ ചെയ്യാം. നമ്മളത് അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കാം. എല്ലാവരും ചെയ്യുന്നതിന് ഫീഡ്ബാക്ക് തരാം. അപ്പോ അങ്ങനെ അതെ. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇത് ഐനാച്ചുറലിസ്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്താന്നുള്ളത് മാത്രമേ ഈ ഒരു സെഷനിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു.
ഹലോ. ഹലോ. പറഞ്ഞോളൂ. ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പക്ഷികളുടെ നമുക്ക് എല്ലാ സമയത്തും ഫോട്ടോ കിട്ടണമെന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ശബ്ദം മാത്രം ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയാ? ശബ്ദം മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യാം നമുക്ക്. അപ്പൊ അതിന്റെ ഫോട്ടോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയാണോ? ഫോട്ടോ ഇല്ല, എവിഡൻസ് എന്തെങ്കിലും ഉണ്ടായാൽ മതി. ഓക്കെ, താങ്ക്സ്. ചാറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഡ്രോയിങ് വരച്ചു സെൻഡ് ചെയ്യാൻ പറ്റുമോ? അതാരെങ്കിലും നോക്കിയിട്ടുണ്ടോ മനോജ്? അതിനെക്കുറിച്ച് എനിക്ക് അത്ര ഐഡിയ ഇല്ല. ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ വേർഡിലൊക്കെ നമ്മൾ ചെയ്യലുണ്ട്, എവിഡൻസ് ആയിട്ട് സ്കെച്ചൊക്കെ, ഫീൽഡ് സ്കെച്ചൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യലുണ്ട്. അതിനാറ്റില് നമ്മളിതുവരെ അത് പരീക്ഷിച്ചിട്ടില്ല. നമുക്ക് നോക്കാം, അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്കത് എന്തെങ്കിലും അതിന് ഒരു എതിർപ്പുണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ എന്തെങ്കിലും അതിൽ പോളിസി ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് പറയാം. ചിത്രങ്ങൾ ചെയ്യാൻ പറ്റിയാലും അതും നല്ലതായിരിക്കും. അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലവര് വരക്കുന്നുണ്ടാവുമല്ലോ. അതെ, അങ്ങനെ വരയ്ക്കാൻ താല്പര്യവും കഴിവുള്ളവര് അത് അറ്റംപ്റ്റ് ചെയ്യണം തന്നെയാ പറയുന്നത്. അത് നമുക്ക് അതൊരു ബോണസ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അതൊരു ഈ ഒരു മേഖലയിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്കിൽ തന്നെയാണ് അത് അത്തരത്തിൽ ചെയ്യുന്നത്. നാച്ചുറലിസ്റ്റിലെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അവര് എടുത്ത ചിത്രം അതുപോലെ വരച്ചിട്ട് അതും കൂടെ, അതായത് എടുത്ത ചിത്രവും വരച്ച ചിത്രവും കൂടെ അപ്ലോഡ് ചെയ്തിട്ട് ഒബ്സർവേഷൻ സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ജസ്റ്റ് വരച്ചത് കൊണ്ട് മാത്രം ചെയ്യുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്കും അറിയില്ല.